നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ദേവസങ്കല്പത്തിൽ ഏറ്റവും പ്രമുഖ മൂർത്തിയാണ് വിഷ്ണു ഭഗവാൻ. ബ്രഹ്മാവ് സൃഷ്ടിയുടെയും ശിവൻ സംഹാരത്തിന്റെയും മൂർത്തികളാണെങ്കിൽ വിഷ്ണുവിനെ സ്ഥിതിയുടെ മൂർത്തിയായി കണക്കാക്കുന്നു. ആശ്രിതവത്സലനായ ഭക്തരുടെ ഇഷ്ടവരദായകനായ വിഷ്ണു ഭഗവാൻ ആദ്യന്തരഹിതനായ മൂർത്തിയാണ്. ത്രിമൂർത്തികളിൽ ഏറ്റവും സൗമ്യനായും ഐശ്വര്യദായകനായും വിഷ്ണുവിനെ ആചരിക്കുന്നു. നമ്മുടെ ഭക്തരസപ്രധാനമായ എല്ലാ ഗ്രന്ഥങ്ങളിലും വിഷ്ണുവിന് പ്രാധാന്യം ഏറെയാണ്. വിഷ്ണു പുരാണം, വിഷ്ണു ഭാഗവതം, നാരായണീയം, ശ്രീമദ് ഭഗവത്ഗീത, മഹാഭാരതം, രാമായണം എന്നിവയെല്ലാം വിഷ്ണുവിനെ പ്രകീർത്തിക്കുന്നു. ഇഹത്തിലേക്കും പരത്തിലേക്കും ഒരേപോലെ നയിക്കുന്നവയാണ് വിഷ്ണുമന്ത്രങ്ങൾ. നിത്യജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാനും ഏതൊരു മനുഷ്യനെയും പരമലക്ഷ്യമായ മോക്ഷത്തിലേക്കും നയിക്കുന്നതിനും വിഷ്ണു പ്രാർത്ഥനകൾ പ്രയോജനപ്പെടും. സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നവൻ, എങ്ങും നിറഞ്ഞിരിക്കുന്നവൻ, എല്ലാം ഉൾക്കൊള്ളുന്നവൻ എന്നെല്ലാം അർത്ഥമുണ്ട് വിഷ്ണു എന്ന പദത്തിന്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് തടസ്സങ്ങൾ മാറുന്നതിനും ധനപ്രാപ്തിയുണ്ടാകാനും സഹായിക്കുന്ന 2 വിഷ്ണു മന്ത്രത്തെയാണ്. ഒന്നാമത്തെ മന്ത്രത്തെ പരിചയപ്പെടാം. മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവത്തെ വാസുദേവായ വിഷ്ണുവേ വിശ്വമോഹനരൂപായ ശ്രീം പരമാത്മനേ നമഃ. ഈ മന്ത്രം നിത്യേന 108 വീതം 2 നേരവും ജപിക്കണം. തടസ്സങ്ങൾ മാറുന്നതിന് ഗുണകരമാണ്. തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ജപം തുടങ്ങാവുന്നതാണ്. രണ്ടാമത്തെ മന്ത്രം ധനപ്രാപ്തിക്ക് വേണ്ടി ജപിക്കാവുന്ന മന്ത്രത്തെയാണ്. ഓം ഹ്രീം ക്ലീം നമോ ഭഗവത്തെ വാസുദേവായ സർവസമൃദ്ധിം മേ ദേഹി ദദാപയ ക്ലീം ഹ്രീം നമഃ. ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് ശ്രീകൃഷ്ണ പ്രീതിക്ക് വളരെ ഉത്തമമാണ്. വ്രതചര്യകൾ നിർബന്ധമില്ല. രോഹിണി, തിരുവോണം, പൗർണമി എന്നീ ദിവസങ്ങൾ ജപാരംഭത്തിന് ഉത്തമം. ദാരിദ്ര്യം നീങ്ങുന്നതിനും സാമ്പത്തിക പുരോഗതിക്കും ഗുണകരം. നഷ്ടപ്പെട്ടുപോയ സമ്പത്ത് തിരികെ ലഭിക്കുന്നതിനും ഈ ജപം പ്രയോജനപ്പെടും. ഇത് കൂടാതെ ഈ ശ്ലോകം എന്നും 7 പ്രാവശ്യം ചൊല്ലുന്ന വ്യക്തിക്ക് ദാരിദ്ര്യം നീങ്ങി ധനപ്രാപ്തിയുണ്ടാകുന്നതാണ്. അതുപോലെ അഷ്ടാക്ഷം, ദ്വാദശാക്ഷരം, വിഷ്ണുഗായത്രി എന്നിവ അതിശക്തമായ വിഷ്ണു മന്ത്രങ്ങളാണ്. ഓം നമോ നാരായണായ എന്നതാണ് വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രം. അഷ്ടാക്ഷരം എന്ന് അറിയപ്പെടുന്ന ഈ മന്ത്രം നിത്യേന 2 നേരവും 108 വീതം ജപിക്കണം. വ്രതചര്യകൾ നിർബന്ധമില്ല. ദ്വാദശാക്ഷരം എന്ന് പ്രസിദ്ധമായ മറ്റൊരു ഇഷ്ടമന്ത്രവും വിഷ്ണു ഭഗവാനുണ്ട്. ഓം നമോ ഭഗവത്തെ വാസുദേവായ എന്നതാണ് ഈ മന്ത്രം. അച്ഛന്റെ മടിയിലിരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ധ്രുവൻ തപസ് ചെയ്ത വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷനാക്കിയത് ഈ മന്ത്രം ഉപയോഗിച്ചാണ്. 108 തവണയാണ് ജപിക്കേണ്ടത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാൽ എന്നതാണ് വിഷ്ണുഗായത്രി മന്ത്രം. അത്ഭുതശക്തിയുള്ള ഈ മന്ത്രം 36 വീതം 2 നേരം ജപിക്കണം. പാപശാന്തിക്കും ഇഷ്ടകാര്യസിദ്ധിക്കും ഈ മന്ത്രം വളരെ ഗുണകരമാണ്.